നമസ്കാരം സാർ. നമസ്കാരം. ഈ നമ്മുടെ മലയാളത്തിലെ പ്രശസ്തനായ സംവിധായകൻ രഞ്ജിത്തിന് എതിരെ 2 കേസുകൾ ഉണ്ടായിരുന്നു. സാറിന് അറിയാമല്ലത്? അറിയാം. ഈ രണ്ടാമത്തെ കേസിൽ കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായിട്ടുണ്ട്, ജസ്റ്റിസ് നാഗപ്രസന്നയുടെ. ആ വിധിയിൽ പൂർണ്ണമായും രഞ്ജിത്ത് കുറ്റക്കാരനല്ല എന്നുള്ള മട്ടിലുള്ള ഒരു ഒബ്സർവേഷനാണ് കർണാടക ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. അൺനാച്ചുറൽ സെക്സാണ് അതിനകത്ത് അലീജ് ചെയ്തിരിക്കുന്ന ഒഫൻസ് 377. നമുക്കറിയാം, മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകളും തിരക്കഥയും സംവിധാനവും ഒക്കെ നിർവഹിച്ചിട്ടുള്ള ആളാണ് രഞ്ജിത്ത്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നു, ഒരു CPM സഹയാത്രികനുമായിരുന്നു. ഒരുപക്ഷേ ഇദ്ദേഹം ഒരു CPM സഹയാത്രികനും അല്ലെങ്കിൽ ഫിലിം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനുമായിരുന്നില്ല എങ്കിൽ ഇത്രയും മീഡിയ ഹൈപ്പ് കിട്ടി ഈ ഒരു വലിയ കൊടുമക്രമം എന്ന് പറയാം സത്യത്തിൽ. കാരണം അന്ന് മിക്ക ദിവസങ്ങളിലും ഇത് തന്നെയായിരുന്നു ലൈവായി മലയാളത്തിലെ മിക്ക ചാനലുകളും എന്നല്ല, ഏകദേശം എല്ലാ ദൃശ്യമാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ ചർച്ച ചെയ്ത് ഇറപ്പറബിളായിട്ടുള്ള ലോസ് ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഡിഫെയിം ഉണ്ടായി, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് സങ്കടകരമായ അവസ്ഥയുണ്ടാക്കി. ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി വന്നാൽ യഥാർത്ഥത്തിൽ ഈ വിധി തിരിഞ്ഞു നോക്കുമ്പോൾ ഇനിയും ഇത്തരത്തിൽ ഉള്ള വിധി ഉണ്ടായിട്ടും അദ്ദേഹത്തിന് സംഭവിക്കാവുന്ന നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ മലയാളത്തിലെ ഒറ്റ ദൃശ്യമാധ്യമങ്ങൾ പോലും ഈ വിഷയം, ഈ കർണാടക ഹൈക്കോടതിയുടെ ഈ ഒബ്സർവേഷനോ ഇത് ഫാബ്രിക്കേറ്റഡ് കേസാണെന്നുള്ള നിരീക്ഷണമോ മറ്റൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതവർ മാറ്റി നിർത്തപ്പെടുകയും ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും അദ്ദേഹം ഒരു മോശപ്പെട്ട വ്യക്തിയായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ മാധ്യമങ്ങൾ ഇത്തരത്തിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള കേസുകളിൽ ഒരാൾ നിരപരാധിയാണെന്ന് വരുമ്പോൾ ഈ മാധ്യമങ്ങൾക്ക് തന്നെ അത് തിരിച്ചു പറയേണ്ട ഒരു ബാധ്യത കൂടിയില്ലേ? സാർ ഒരു നല്ല രാഷ്ട്രീയ നിരീക്ഷകനാണ്. സാറിന് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, സാർ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് ഈ കോടതിയുടെ വിധിയിൽ ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുന്നു. അത് ശരിയാണ്. കാരണം ഒരു അഡ്വക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കേസുകൾ, പ്രത്യേകിച്ച് ഇത് വലിയ കുപ്രസിദ്ധി ആർജിച്ച ഒരു സംഭവമാണ്. പക്ഷേ രഞ്ജിത്തിനെതിരെ ഈ സ്വവർഗരതിയുടെ ആരോപണം എന്ന നിലക്ക് ഉള്ള ഈ കേസ് വന്നത് അത്ര കാര്യമായിട്ട് ചർച്ച ചെയ്തിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനേക്കാൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് ബംഗാളിലെ നടി ശ്രീലേഖ മിത്ര പറഞ്ഞ കാര്യമാണ്. അവരുടെ കയ്യിൽ സ്പർശിച്ചു, തലയോടി എന്നൊക്കെയുള്ള സംഭവങ്ങളാണ് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുകയും വലിയ പ്രശ്നമൊക്കെ ആയിത്തീരുകയൊക്കെ ചെയ്ത്. ശരിയാണ്, അതിൻ്റെ പേരിൽ അദ്ദേഹം അവസാനം ചെയർമാൻ സ്ഥാനമൊക്കെ രാജിവെച്ചു. അപ്പം അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് ശരിയാണ്. രാഷ്ട്രീയം സമൂഹത്തെ സെപ്പറേറ്റ് ചെയ്തിട്ട് വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ രാഷ്ട്രീയം, ഞാൻ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവാണെങ്കിൽ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അയാളെ സംരക്ഷിക്കലും, ഞാൻ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ അയാളെ നശിപ്പിക്കലുമായി മാറിയിട്ടുണ്ട്. അത് വളരെ ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായിട്ട് തന്നെ മാറുന്നുണ്ട്. അത് നമ്മളങ്ങനെ തന്നെ അതിനെ കാണേണ്ടത് ആവശ്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം ചെയ്യുന്ന ശരികളെയും അതേപോലെ തന്നെ തെറ്റുകളെയും വേർതിരിച്ചറിഞ്ഞ് ചെയ്യുന്ന ശരികൾക്ക് അവർക്ക് നമ്മൾ അഭിവാദ്യം അർപ്പിക്കുകയും ആനുകൂല്യം നൽകുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവർ വിമർശിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവൃത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യാനായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇടമില്ല. രാഷ്ട്രീയ കാലാവസ്ഥയിൽ രാഷ്ട്രീയ ശത്രുവിനെ ശത്രുവായിട്ട് കാണുകയും ആക്രമിക്കുകയും ചെയ്യണം. രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ച ഒരു വിഷയം അതാണ്. അതായത് അദ്ദേഹം കേട്ടപ്പെട്ട സമയത്തൊക്കെ വളരെ ഭീകരമായിട്ടുള്ള രീതിയിൽ അയാളെ ആക്രമിക്കാനായിട്ട് തയ്യാറായി. പക്ഷേ അദ്ദേഹത്തിനെതിരെ വന്ന ഒരു കേസ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കർണാടക കോടതി അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണെന്ന് ജസ്റ്റിസ് നാഗപ്രസന്ന. അതെ. പക്ഷേ സാർ, ഇതിനകത്തുള്ളൊരു നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നൊരു കാര്യം, കർണാടക ഹൈക്കോടതിയുടെ വിധിയെപ്പോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ഇദ്ദേഹത്തിനെതിരെ ആദ്യം ഉണ്ടായ കേസ്. ആ കേസിൽ പോലും ഈ പറയുന്ന വിക്ടിം ആയ ബംഗാളി നടിക്കില്ല. അതിനകത്ത് അങ്ങനെ കേസൊന്നും കൊടുത്തില്ല. അല്ല, ആദ്യം അവർക്ക് പരാതി ഇല്ലായിരുന്നു.
പക്ഷേ അത് കഴിഞ്ഞ് ഇത് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കപ്പെട്ട് മാധ്യമങ്ങൾ ഇവരുടെ അഭിമുഖത്തിന് വേണ്ടി പലതവണ എടുത്തപ്പോൾ പോലും അന്ന് അവർ പറഞ്ഞത് ഞാൻ അതിനകത്ത് പരാതിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു പരിധിവരെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവരോട് വീണ്ടും പ്രതികരണം ആവശ്യപ്പെടുകയും അവർക്ക് ഇവിടുന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് അവർ പരാതിയുമായിട്ട് വരുന്നത്. അപ്പോഴും അവർ പരാതിയിൽ പറഞ്ഞത് സിഗരറ്റ് ചോദിച്ചു, തലോടി എന്ന് മാത്രമേ ഒരു പരാതി മാത്രമേ ഉള്ളൂ. അതാണ് പിന്നീട് 354 മാറിയത്. അതിനകത്ത് ലൈംഗിക ചുവയോടെന്നുള്ളൊരു ആക്ഷേപം പോലും അവർക്ക് ആദ്യഘട്ടത്തിലില്ലായിരുന്നു. ലൈംഗിക ചുവയോടുകൂടി അല്ലെങ്കിൽ ലൈംഗികമായ ഉദ്ദേശത്തോടു കൂടി ഉള്ള സ്പർശനം മാത്രമേ ആ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കേസിനകത്ത് വരത്തുള്ളൂ. പക്ഷേ ഞാൻ ചോദിച്ചത് അതല്ല. അപ്പോൾ അത്തരത്തിൽ ഈ ആദ്യത്തെ കേസ് എടുത്താൽ, ഇപ്പോൾ രണ്ടാമത്തെ കേസിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി, ആ കേസിനകത്തിൽ ഇനിയും തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ്. പക്ഷേ ആദ്യത്തെ കേസിൽ പോലുമുള്ള സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതല്ലേ സാഹചര്യം? ഇതൊരു ടാർഗറ്റഡ് ആണ് എന്ന് പലപ്പോഴും നമുക്ക് സംശയിക്കേണ്ട സാഹചര്യമല്ലേ സാർ? കാരണം ഇത്രയും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ, നിയമസഭയിലേക്ക് പരിഗണിക്കപ്പെട്ട ആൾ, CPM വേദികളിൽ CPM സഹയാത്രികനായി സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന ആൾ, ഞാൻ ആ അർത്ഥത്തിലാണ് ആ ഒരു അതിൻ്റെ ആ രാഷ്ട്രീയം വളരെ രൂക്ഷമാണ് കേരളത്തെ സംബന്ധിച്ച്. കേരളത്തിൽ അയാൾ CPM ആണോ കോൺഗ്രസ് ആണോ BJP ആണോ എന്ന് നോക്കിയിട്ട് ഈ പാർട്ടിയിൽപ്പെടാത്ത ആൾ, ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരാളാണ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടി അയാളെ ശരിപ്പെടുത്താനായിട്ട് ശ്രമിക്കും. കോൺഗ്രസ്സിൽ ഒരാളാണെങ്കിലും ഇത് തന്നെയായിരിക്കും സ്ഥിതി സംഭവിക്കുന്നത്. BJPയിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സെറ്റപ്പിൻ്റെ ഒരു പ്രശ്നം കൂടി അതിൻ്റെ അകത്ത് യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കപ്പെടുന്ന സമയത്ത് ആ അക്രമത്തിൽ അവരെ പ്രതിരോധിക്കാനായിട്ട് ചില സമയത്ത് പാർട്ടിക്ക് വലിയ ഈ വിഷയത്തിൽ പാർട്ടിയൊന്നും അയാളെ പ്രതിരോധിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സാർ പറഞ്ഞ ആ പോയിന്റിലാണ്. കാരണം ലൈംഗിക അതിക്രമം, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും പാർട്ടികൾ പ്രതിസന്ധിയിലാവും. പക്ഷേ ഈ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഇത്തരം കേസിൽ ഒരു അക്കൗണ്ടബിളായി മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടൂളുകളെ സൃഷ്ടിക്കുമ്പോൾ ഈ ടൂളുകളോ അല്ലെങ്കിൽ ഈ അക്കൗണ്ടബിൾ ആവുന്ന വ്യക്തികളോ പിന്നീട് അവർക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടവും സംഭവിക്കാതിരിക്കുകയും ഈ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരം മാധ്യമ വിചാരണയ്ക്ക് രഞ്ജിത്തിനെ പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ വിചാരണ നേരിട്ട് ഒരു അന്തർമുഖന്മാരായി പോകുന്ന ആളുകളുടെ അവസ്ഥ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു മാധ്യമങ്ങൾ പോലും ഈ വിഷയം കാര്യമായി ചർച്ച ചെയ്തില്ല. അതിനെപ്പറ്റി സാറിൻ്റെ ഒരു അല്ല, അവർ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ മോശമായിട്ട് ചിത്രീകരിക്കപ്പെട്ട സമയത്ത്, അതേപോലെ തന്നെ ഈ പയ്യൻ്റെ ഒരു കേസുണ്ടല്ലോ, ആ കേസൊക്കെ വന്ന സമയത്ത് എങ്ങനെയാണ് രഞ്ജിത്തിനെതിരായിട്ട് വാർത്തകൾ പ്രചരിച്ചത്, അതേപോലെ തന്നെ കോടതിയെ പരിശോധിച്ച് ആ കോടതി പരിശോധിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് വസ്തുനിഷ്ഠമല്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടാണ് കോടതി ഇനി അത് മുന്നോട്ട് പോകാനാവില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന വിധി വന്നിട്ടില്ല. പക്ഷേ അതിനകത്ത് ഒരു സ്റ്റേ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ആ കോടതിയുടെ ഒബ്സർവേഷൻ വളരെ സ്ട്രോങ് ആണ്. ഒബ്സർവേഷൻ കാരണം സാർ ശ്രദ്ധിച്ചു കാണുമല്ലോ, 2012 ഒരു ഹോട്ടൽ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്ത് ഉള്ള താജ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു. അന്ന് ആ ഹോട്ടൽ ഉണ്ടായിരുന്നില്ല. അതും 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഹോട്ടൽ തന്നെ തുടങ്ങുന്നത്. പിന്നെ ഈ പരാതിക്കാരൻ തന്നെ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ഇത്രയും കാലത്തെ 12 വർഷത്തെ ഡിലേ പറ്റി പരാതിക്കാരൻ പോലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇത്തരത്തിലുള്ള കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നത് കേരളത്തിലെ ഈ മാധ്യമങ്ങൾ ഇത് ഒരു പരിധിവരെ കൊട്ടിഘോഷിക്കുന്നുണ്ട്. അവരുടെ TRP റേറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് കൊട്ടിഘോഷിക്കുന്നതുകൊണ്ടുകൂടെ ആണ് എന്ന് പറഞ്ഞാൽ അതിന് സാറിൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, മാധ്യമ വിചാരണ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് സിനിമാക്കാർ മാത്രം പ്രശ്നമല്ല. സിനിമാക്കാരുടേത് വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ കാണികളുണ്ടാക്കും എന്നുള്ളത് ശരിയാണ്. വ്യൂവേഴ്സിന് കിട്ടാനായിട്ട് കൂടുതൽ സാധ്യത. ഇപ്പോൾ ദിലീപിൻ്റെ കേസൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത്, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കാണുന്നത്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ അതിനകത്ത് കാണുകയും അവിടെ വിധി പ്രസ്താവിക്കുന്ന ആൾ എന്ന് പറയുന്നത് മാധ്യമ അവതാരകൻ ആണ്. അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അതാണ് ഏതാണ് ശരി തെറ്റെന്നൊക്കെ പുള്ളിയാണ് തീരുമാനിക്കുന്നത്. അങ്ങനത്തെ ഒരു സമീപനം എന്ന് പറയുന്നത് വളരെ മോശമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് മാറേണ്ടതാണ്. ഇപ്പോൾ രഞ്ജിത്തിൻ്റെ കേസിൽ രഞ്ജിത്തിൻ്റെ പ്രതിഭയും രഞ്ജിത്തിൻ്റെ സർഗാത്മകതയും മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. കാരണം വളരെ വ്യാപകമായിട്ട് ജനകീയമായിട്ടുള്ള നിരവധി സിനിമകൾ, അതായത് ദേവാസുരമായാലും കഥാപാത്രങ്ങളൊഴിച്ചാൽ ആറാം തമ്പുരാൻ ഇങ്ങനെയൊക്കെയുള്ള ആ സിനിമകളുടെ ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ ജനകീയമായിട്ടുള്ള ഒരു സ്പേസിൽ അയാളെ പ്രതിഷ്ഠിച്ചിരുന്നു എന്നുള്ളതാണ്.
പക്ഷേ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ വലിച്ച് ദൂരേക്കെറിയാൻ പറ്റുന്ന തരത്തിൽ ആണ് ഈ ആരോപണങ്ങളെല്ലാം വന്ന സമയത്ത് സംഭവങ്ങൾ മാറിത്തീർന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നമുള്ള സമയത്ത് ഒരു ആരോഗ്യ പ്രശ്നം ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ വരാം. കാരണം എന്ന് വെച്ചാൽ പ്രശസ്തിയുടെ ഗോപുരങ്ങളിൽ നിൽക്കുന്നവരുടെ നേരെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. കാരണം വളരെ സാധാരണ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇതൊക്കെ ചെയ്താൽ അതൊന്നും മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഒരു വാർത്താ പ്രാധാന്യമില്ല. നമ്മൾ പണ്ട് തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലേ, മാധ്യമരംഗത്ത് നമ്മളൊരു വിശേഷം എന്ന് പറഞ്ഞതിൻ്റെയിൽ ഒരു പട്ടി മനുഷ്യനെ കടിച്ചതിൻ്റെയിൽ അതൊരു വാർത്തയല്ല, പക്ഷെ മനുഷ്യൻ പട്ടിയെ കടിച്ച വാർത്തയാണ്. ഇനി ഒരു പട്ടി മനുഷ്യനെ കടിച്ചാൽ ആ മനുഷ്യൻ എന്ന് പറയുന്നത് പ്രശസ്തൻ, പ്രധാനമന്ത്രിയുടെ മകൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ പട്ടി കടിച്ചു, വലിയ വാർത്തയാണ്. അപ്പോൾ ഈ വാർത്തയുടെ ഒരു ആങ്കറിങ് എന്ന് പറയുന്നത് ഈ പ്രശസ്തരായിട്ടുള്ള വളരെ പോപ്പുലറായിട്ടുള്ള മനുഷ്യരിലേക്ക് എപ്പോഴും വളരെ കൂടുതലായിട്ട് ലീനിയൻസ് കാണിക്കുന്ന, ചാഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. അത് ഈ പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടാണ്. അവർ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങൾ പോലും ക്യാമറകളിങ്ങനെ ഒപ്പിയെടുക്കാൻ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ചാരവൃത്തി കേസിൽ നമ്പി നാരായണൻ വേട്ടയാടപ്പെട്ടതും അങ്ങനെ പല കേസുകളിലും. അല്ല, നമ്പിനാരായണൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളീയ സമൂഹത്തിലെ മാധ്യമങ്ങളുടെ വലിയ പ്രശ്നമായിട്ട്, മാധ്യമങ്ങൾ എങ്ങനെയാണ് വലിയ ദുരന്തങ്ങളായി മാറുന്നതിന് വലിയ ഉദാഹരണമാണ് നമ്പിനാരായണൻ. അതുപോലത്തെ ഒരു വിഷയത്തിലേക്കാണ് ഇപ്പോൾ ഈ രഞ്ജിത്തിൻ്റെ രണ്ടാമത്തെ കേസ് തീർച്ചയായിട്ടും എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കേസ് വളരെ വ്യക്തമായിട്ട് കോടതി അദ്ദേഹം അതിനകത്ത് കുറ്റക്കാരനല്ല എന്ന് ഈ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ തന്നെ ഒരു അക്വിറ്റൽ കൊടുക്കുന്നതിന് തത്തുല്യമായ തരത്തിലുള്ള പരാമർശങ്ങളാണ് കർണാടക ഹൈക്കോടതിയുടെ ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചിൽ നിന്നുണ്ടായി. നാഗപ്രസന്ന ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പക്ഷേ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം അവർ തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. ഞാൻ പറഞ്ഞത് കാരണം അവരാണ് മോശമായ വാർത്തകൾ വരുന്ന സമയത്ത് എങ്ങനെ ചർച്ച ചെയ്തു, എന്തെല്ലാം പ്രാധാന്യം അതിന് കൊടുത്തോ അതേ പ്രാധാന്യം തന്നെ ഈ ഇരയായി മാറിയ എന്നുവെച്ചാൽ ഈ അക്രമത്തിന് വിധേയമായിരിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ്റെ കാര്യത്തിൽ കോടതി മറിച്ച അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അങ്ങനെ മാത്രം നമുക്ക് ബാലൻസ് ചെയ്ത കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ പ്രശ്നം ഇങ്ങനെ ഈ മാധ്യമ വിചാരണയ്ക്ക് വിധേയമായി തീരുന്നതായിട്ടുള്ള മനുഷ്യരുടെ അവരുടെ ഒരു ഇമേജ് എന്ന് പറയുന്നത് അത് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് ഇനി ചർച്ച ചെയ്താലൊന്നും സാധ്യമല്ല. അല്ല, രഞ്ജിത്തിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഇടിച്ച് നിരത്തി പരിവായി കഴിഞ്ഞിരിക്കുകയാണ്. അതിനിപ്പോൾ ആര് വിചാരിച്ചാലും രഞ്ജിത്തിന് വീണ്ടെടുത്ത് കൊടുക്കാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടതി അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ആശ്വസിക്കാം എന്നല്ലാണ്ട് ഈ പബ്ലിക് സ്ഫിയറിൽ രൂപപ്പെട്ടിരുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇമേജ് അത് വീണ്ടെടുക്കാൻ പറ്റില്ല. അത് ആ തറക്കപ്പെട്ട ഇമേജ് എന്ന് പറയുന്നത് വീണ്ടെടുക്കാനായിട്ട് പറ്റുകയില്ല എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവരുടെ കാര്യത്തിലും നമ്മൾ വിമർശനപരമായിട്ട് പരിശോധിക്കേണ്ടതാണ്. നമുക്ക് വിമർശിക്കാം. നമ്മുടെ വിമർശനത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് ഒരു നിയന്ത്രണ രേഖക്കപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഈ കേസ് മാധ്യമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നിയന്ത്രണ രേഖ നോക്കാതെ അടിച്ചു കയറുകയാണ്. അവർ തന്നെ ജഡ്ജിയും അവർ തന്നെ പോലീസും അവർ തന്നെ അവർ തന്നെയാണ് അവർക്ക് അങ്ങനെ കഴിയും. പക്ഷേ ഈ കേസെങ്കിലും ഒരു ഐ ഓപ്പണറായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ല, അത് ഇനിയും വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പലരും ഇങ്ങനെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ ചർച്ചയ്ക്ക് വെച്ചേക്കാം. രഞ്ജിത്തിൻ്റെ ഈ കേസെങ്കിലും അങ്ങനെ ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഞാനൊക്കെ അതിനന്ന് ശക്തമായിട്ട് വിമർശിച്ചൊരു ആളാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള അത് നമ്മൾ വളരെ പ്രശസ്തിയിലിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താവ് എന്ന നിലയ്ക്ക് പല മേഖലകളിലും പ്രവർത്തിക്കുമ്പോൾ, സാംസ്കാരികമായിട്ടുള്ള ഒരു മുഖമായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ഇവർ വളരെ സൂക്ഷിക്കുകയും വളരെ സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങളിലൂടെ അവരുടെ ആ ഇമേജ് നിലനിർത്തുകയും ചെയ്യണം. അതൊന്നും രഞ്ജിത്തെ പോലുള്ള ആളുകൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവരുടെ ഇമേജ് അവർ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ അക്രമത്തിനുള്ളൊരു അവസരങ്ങൾ വളരെ കൂടുതലായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കേസെങ്കിലും അത്തരത്തിൽ ഒരു മാറ്റം വരാൻ കാരണമാവട്ടെ. മലയാളത്തിലെ ഒരുപാട് പാരമ്പര്യം അവകാശപ്പെടുന്ന ചില ചാനലുകൾക്ക് പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അവർ പുതിയ തലമുറയിൽപ്പെട്ട ചില പുതിയ വിവാദ ബിസിനസ്സുകാരാണെങ്കിൽ മലയാളത്തിൻ്റെ പത്രം മുത്തശ്ശനെന്നും മുത്തശ്ശിയെന്നൊക്കെ പറയാവുന്ന മനോരമയും മാതൃഭൂമിയും പോലും അന്ന് ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് ഇപ്പോഴും ഇത് ചർച്ച ചെയ്യാൻ പെടുന്നില്ല എന്ന് പറയുമ്പം അത് അത്ഭുതവും ഒരുപക്ഷെ ലജ്ജയും തോന്നേണ്ടതാണ്. അതൊരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അവരെല്ലാം കച്ചവടത്തിൽ വളരെ കൂടുതലായിട്ട് ഊന്നുകയും കച്ചവടത്തിന് മാത്രം പ്രാമുഖ്യം കൊടുക്കുകയും ആ കച്ചവട താല്പര്യങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് അവിടെ അരിഞ്ഞു വീഴ്ത്തപ്പെടുന്നതായിട്ടുള്ള ഇമേജുകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല അവരുടെ മുമ്പിൽ. ഇപ്പം കച്ചവട താല്പര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള
ആളുകളെ വേട്ടയാടി കണ്ടെത്തുന്ന TRP റേറ്റിൽ കൂടി നെട്ടുന്നതുമായിട്ട് അവർ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കാൻ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. നന്ദി സാർ. ശരി ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.